ഹായ് ഓൾ, വെൽക്കം ടു ദി ക്ലാസ്. സോ നമ്മൾ ഇന്ന് പാർട്ട് 3 ആണ് കിങ്ഡം ഫംഗിനെ പറ്റിയാണ് നോക്കുന്നത്. സോ നമ്മൾ ആദ്യത്തെ പാർട്ട് 1ഉം പാർട്ട് 2ഉം കാണാത്തത് എന്ത് ചെയ്യാം, അത് കണ്ടിട്ട് സെറ്റ് ആയിട്ട് പഠിച്ചെടുക്കാം കേട്ടോ. ഓക്കെ, സോ കിങ്ഡം ഫംഗി എന്ന് പറഞ്ഞാൽ അതെന്താ, യൂക്കാരിയോട്സ് ഉണ്ട് കിങ്ഡം ഫംഗി. നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു അല്ലേ, ഇപ്പോ മൊനീറ മാത്രമാണ് എന്ത് ക്യാരിയോട്ട്, ബാക്കി എല്ലാവരും എന്താ ക്യാരിയോട്ടാണ്, ബാക്കി എല്ലാവരും യൂക്കാരിയോട്ടാണ്. സോ കിങ്ഡം ഫംഗി എന്തായിരിക്കും, യൂക്കാരിയോട്ട് ആയിരിക്കും അല്ലേ. ഇനി ഇവരെ ബോഡി കിങ്ഡം ഫംഗിയുടെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓക്കെ. അതിൽ അവരുടെ സെല്ലുലാർ നേച്ചർ എന്താ, അവര് യൂക്കാരിയോട്ടിക് ആണ് അല്ലേ. നമ്മുടെ ബോഡി ഓർഗനൈസേഷൻ നോക്കിയാൽ ബോഡി ഓർഗനൈസേഷൻ അവര് മൾട്ടി സെല്ലുലാർ മൾട്ടി സെല്ലുലാർ മൾട്ടി സെല്ലുലാർ ഫിലമെന്റസ് ബോഡിയൊക്കെ ഉണ്ടാവും. ഓക്കെ, സോ അവർ യൂക്കാരിയോട്ട് ആണ്, മൾട്ടി സെല്ലുലാർ ആണ്, ഫിലമെന്റസ് ആണ്. പക്ഷെ ഒരു എക്സെപ്ഷൻ ഉണ്ട്. ആ എക്സെപ്ഷൻ ഏതാണ്, എക്സെപ്ഷൻ ഉണ്ട്, അതാണ് ഈസ്റ്റ്. എക്സെപ്ഷൻ ആണ് ഈസ്റ്റ്. അവരെന്താ, അവർ യൂണി സെല്ലുലാർ ആണ്. ഓക്കെ, സോ ഇവരിൽ ഒരു എക്സെപ്ഷൻ ഉണ്ട്, അത് ഈസ്റ്റ് ആണ്, അവർ യൂണി സെല്ലുലാർ ആണ്. ബാക്കി എല്ലാവരും എന്താ, മൾട്ടി സെല്ലുലാർ ആണ്. ഓക്കെ, ഇവരുടെ സെൽവാൾ എന്തിനെ കൊണ്ടാണ് ഉണ്ടാക്കിയത്, സെൽവാൾ കൈറ്റിൻ ആൻഡ് പോളിസാക്കറൈഡ്, കൈറ്റിൻ ആൻഡ് പോളിസാക്കറൈഡ് അതിനെ കൊണ്ടാണ് ഇവരുടെ സെൽവാൾ ഉണ്ടാക്കിയത്. ഓക്കെ, അപ്പം കിങ്ഡം ഫംഗിന്റെ ജനറൽ ക്യാരക്ടേഴ്സ് പറയുമ്പോൾ യൂക്കാരിയോട്ട് ആണ്, ബോഡി ഓർഗനൈസേഷൻ മൾട്ടി സെല്ലുലാർ ഫിലമെന്റസ് ബോഡിയാണ്. അതിൽ എക്സെപ്ഷൻ വരുന്ന ഈസ്റ്റ് ആണ്, അത് യൂണിസെല്ലുലാർ ആണ്. ബാക്കി എല്ലാവരും മൾട്ടി സെല്ലുലാർ ആണ്. സെൽവാൾ കൈറ്റിനും പോളിസാക്കറൈഡ് ആണ് വരുന്നത്. ഇനി ഇവരുടെ ഹാബിറ്റാറ്റ് നോക്കിയാൽ ഹാബിറ്റാറ്റിൽ ഇവർ വാം ആൻഡ് ഹ്യൂമിഡ് പ്ലേസ്, വാം ആൻഡ് ഹ്യൂമിഡ് പ്ലേസസ് അവിടെയാണ് ഇവർ കാണുന്നുണ്ട്. വാം ആൻഡ് ഹ്യൂമിഡ് പ്ലേസസ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഫംഗൈന്റെ സ്ട്രക്ചർ നോക്കുക. സ്ട്രക്ചർ, അപ്പം ഫംഗൈ സ്ട്രക്ചർ നമുക്ക് ത്രെഡ് ലൈക്ക് സ്ട്രക്ചറാണ്, ലോങ് ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ. അതിനാണ് നമ്മൾ ഹൈഫേ എന്ന് വിളിക്കുക. ഹൈഫേ, ലോങ് ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ, അതാണെങ്കിൽ ഹൈഫേ, ലോങ് ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ, ലോങ് ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ അതാണെങ്കിൽ ഹൈഫേ. ഓക്കെ, സോ ഹൈഫേ എന്ന് പറഞ്ഞാൽ ലോങ് ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ ആണ്. ഇപ്പോൾ ഒരുപാട് ഹൈഫേ കൂടിയ ഉണ്ടാവും, മൈസീലിയം. ഓക്കെ, മൈസീലിയം. നെറ്റ്വർക്ക് ഓഫ് ഹൈഫേ ആണെങ്കിൽ മൈസീലിയം എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് ഓഫ് ഹൈഫേ ആണെങ്കിൽ മൈസീലിയം. അപ്പൊ ഇതൊരു എന്താ ഹൈഫേ ആണ്. അങ്ങനത്തെ ഒരുപാട് എന്താണ് ഹൈഫേ ചേർന്നുണ്ടായി, അതൊരു മൈസീലിയം. കാരണം മൈസീലിയം എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് ഓഫ് ഹൈഫേ. ഓക്കെ, ഇനി ഇതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ടൈപ്സ് എന്ന് പറയും. ടൈപ്സ് ഓഫ് മൈസീലിയം, ടൈപ്സ് ഓഫ് മൈസീലിയം, ടൈപ്സ് ഓഫ് മൈസീലിയം. അപ്പൊ ഇത് എന്തിനെ ബേസ് ചെയ്തിട്ടാൽ, ബേസ്ഡ് ഓൺ സെപ്റ്റ, ബേസ്ഡ് ഓൺ സെപ്റ്റ. അപ്പൊ ഈ സെപ്റ്റ എന്ന് പറഞ്ഞാൽ എന്താ, അത് ക്രോസ് വാൾ, ക്രോസ് വാൾ. ഓക്കെ, അപ്പൊ ഇതൊരു ഹൈഫയാണ്. ഇതിനിടയിലൊക്കെ ഒരു ബാർ വരും, ഒരു ക്രോസ്, അതാണ് സെപ്റ്റ. ഇതൊക്കെ ന്യൂക്ലിയസ്. ഓക്കെ, അപ്പം നമുക്കൊരു ഹൈഫയുടെ ഒരു ബ്രാഞ്ച് വരിക അല്ലെങ്കിൽ ഒരു സെപ്റ്റ വരികയാണെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയാൻ കഴിയും, സെപ്റ്റേറ്റ് ഹൈഫൻ. സെപ്റ്റ, അതായത് സെപ്റ്റ ഉള്ള ഹൈഫന് സെപ്റ്റേറ്റ് മൈസീലിയം. ഓക്കെ, സെപ്റ്റേറ്റ് ഹൈഫൻ സെപ്റ്റേറ്റ് മൈസീലിയം. ഓക്കെ,
ഓക്കെ, ഇവരുണ്ടല്ലോ രണ്ട് ടൈപ്പിൽ നമ്മൾ കാണപ്പെടുന്നത്. ഇവർ രണ്ട് ടൈപ്സിൽ നമ്മൾ കാണപ്പെടുന്നത്. ആരെ നമ്മൾ ഈ മൈസീലത്തെ അല്ലെങ്കിൽ ഹൈഫേനെ രണ്ട് ടൈപ്പിൽ കാണപ്പെടുന്നു. ടൈപ്സ് ഓഫ് മൈസീലം, ടൈപ്സ് ഓഫ് ഹൈഫേ ഉണ്ട്. അപ്പോൾ മൈസീലം എന്ന് പറഞ്ഞാൽ ഹൈഫേന്റെ നെറ്റ്വർക്ക് ആണ്. ഓക്കെ, സോ അത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ രണ്ടാക്കി തിരിക്കുന്നത്? ബേസ്ഡ് ഓൺ സെപ്റ്റ. അപ്പം എന്താണ് ഈ സെപ്റ്റ എന്ന് പറഞ്ഞാൽ? സെപ്റ്റ എന്ന് പറഞ്ഞാൽ ക്രോസ് വേർഡ്. ഓക്കെ, സെപ്റ്റ എന്ന് പറഞ്ഞാൽ ക്രോസ് വേർഡ്. ഇപ്പൊ നമ്മളൊരു ഹൈഫേ എടുക്കാം. ഇതൊക്കെ ഒരു ക്രോസ് വേർഡ്, ഒരു ബാരിയറാണ് അല്ലെ? ഇതൊക്കെ എന്താ? ഒരു ന്യൂക്ലിയസ് ആണ്. അപ്പം ഇതിനാണ് ഈ ക്രോസ് വേർഡ്, അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? സെപ്റ്റ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സെപ്റ്റ അല്ലെങ്കിൽ ക്രോസ് വേർഡ്. ഇതെന്താ? ഇത് ന്യൂക്ലിയസ്. ഓക്കെ, സോ ഈ സെപ്റ്റം ഉള്ള ഹൈഫേ നമ്മൾ എന്ത് വിളിക്കും? സെപ്റ്റേറ്റ് ഹൈഫേ. ഓക്കെ, സെപ്റ്റേറ്റ് ഹൈഫേ. അപ്പൊ സെപ്റ്റം ഇല്ലാത്ത ഹൈഫേ നമ്മൾ എന്താ വിളിക്കുക? എന്താ വിളിക്കുന്നുണ്ടാവും? സെപ്റ്റേറ്റ് ഹൈഫേ. ഓക്കെ, ഓക്കെ, എന്താ വിളിക്കുന്നത്? സെപ്റ്റേറ്റ് ഹൈഫേ. കാരണം അവർക്ക് എന്തില്ല? അവർക്ക് സെപ്റ്റ് ഇല്ല, ക്രോസ് വാൾ ഇല്ല, അവർക്ക് ക്രോസ് വാൾ ഇല്ല. സോ നമ്മൾ എന്താ വിളിക്കുന്നത്? അവരെ സെപ്റ്റേറ്റ് ഹൈഫേ എന്ന് വിളിക്കും. സെപ്റ്റേറ്റ് ഹൈഫേ. സോ ഇവിടെ നമുക്ക് എന്ത് കാണാം? ഇവിടെ ന്യൂക്ലിയസിന്റെ ഇഷ്ടം പോലെ ന്യൂക്ലിയസ് ഒരു സിംഗിളിനുള്ള ഒരു ഒറ്റ ഒരു ഹൈഫേനിലാണ് ഇഷ്ടം പോലെ ന്യൂക്ലിയസ് ആണ്. സോ നമ്മൾ എന്ത് വിളിക്കും? ഇവിടെ മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആണ്. മൾട്ടി ന്യൂക്ലിയേറ്റഡ്. അപ്പം സെപ്റ്റേറ്റ് ഹൈഫേ എന്താണ്? മൾട്ടി ന്യൂക്ലിയേറ്റഡ്. ഓക്കെ, കാരണം എന്താ? അവിടെ ക്രോസ് വാൾ ഇല്ല, സെപ്റ്റ് ഇല്ല, അതുകൊണ്ട് എന്താ? സെപ്റ്റേറ്റ് ആണ്. സോ അതിനെക്കൊണ്ടാണ് മൾട്ടി ന്യൂക്ലിയേറ്റ് ആയിട്ട് കാണുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് മോഡ് ഓഫ് ന്യൂട്രീഷൻ. മോഡ് ഓഫ് ന്യൂട്രീഷൻ. പിന്നെ ഫംഗിന്റെ മോഡ് ഓഫ് ന്യൂട്രീഷൻ 3 ടൈപ്പിലുണ്ട്. ഓക്കെ, സാപ്രോഫൈറ്റ്സ്, മറ്റേത് പാരസൈറ്റ്സ്, പിന്നെ സിംബയോൺസ് ആയിട്ട്. സിംബയോൺസ്. ഓക്കെ, അപ്പം ഈ സാപ്രോഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സാപ്രോഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഡെഡ് ആൻഡ് ഡീക്കേയിങ് ഓർഗാനിസത്തെ കഴിക്കുന്ന ആൾക്കാരാണ്. ഡെഡ് ആൻഡ് ഡീക്കേയിങ്, ഡെഡ് ആൻഡ് ഡീക്കേയിങ് ഓർഗാനിസത്തിനെ കഴിക്കുന്ന ആൾക്കാർ നമ്മുടെ സാപ്രോഫൈറ്റ്സ്. ഇനി പാരസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? പാരസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിവിങ് പ്ലാന്റ്സിനെയോ അല്ലെങ്കിൽ ലിവിങ് ആനിമൽസിനോ ഡിപ്പെൻഡ് ചെയ്യുന്ന, ലിവിങ് പ്ലാന്റ്സിനോ അല്ലെങ്കിൽ ലിവിങ് ആനിമൽസിനോ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവർ ഉണ്ടാവും. ഓക്കെ, ലിവിങ് ആയ ആനിമൽസിനോ അല്ലെങ്കിൽ പ്ലാന്റ്സിനോ അവർ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, അപ്പൊ അവരാരും ഡിപ്പെൻഡ് ചെയ്യുന്ന ലിവിങ് ആയ ആനിമൽസിനോ അല്ലെങ്കിൽ ലിവിങ് ആയ പ്ലാന്റ്സിനോ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പാരസൈറ്റ്സ് പോലെ. അപ്പൊ എന്താണ് സിംബയോൺസ് എന്ന് പറഞ്ഞാൽ? സിംബയോൺസ് എന്ന ഒരു മ്യൂച്വൽ ബെനിഫിഷ്യൽ അസോസിയേഷൻ, അതായത് രണ്ടുപേർക്കും ഗുണം ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ലൈക്കൻ അവതരിക്കാം. ലൈക്കന്റെ താഴെയുള്ള ആൽഗ ഉണ്ട്, അതേപോലെ തന്നെ ഫംഗൈ ഉണ്ട്. ഇതാണ് സിംബയോൺ സ്റ്റോറിന് താഴെ. വേറൊരാളുണ്ട് മൈക്കോറൈസ ആണ്. മൈക്കോറൈസ. ഓക്കെ, മൈക്കോറൈസ. മൈക്കോറൈസയിൽ ഫംഗയും അതേപോലെ തന്നെ ഹയർ പ്ലാന്റ്സ് ആണ്. ഹയർ പ്ലാന്റ്സ്, ഹയർ പ്ലാന്റ്സ്, ഹയർ പ്ലാന്റ്സിന്റെ റൂട്ട്സ്. ഈ മൈക്കോ എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? മൈക്കോ എന്ന് പറഞ്ഞാൽ ഫംഗസ് എന്നൊരു, റൈസ എന്ന് പറഞ്ഞാൽ റൂട്ട്സ്. ഇവിടെ ഹയർ പ്ലാന്റ്സിന്റെ റൂട്ട്സ് ആണ്. മൈക്കോറൈസയിൽ ഹയർ പ്ലാന്റ്സിന്റെ റൂട്ടും ഫംഗയാണ്. ലൈക്കനില് ആൽഗയും ഫംഗയാണ്. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യുന്നത്? നെക്സ്റ്റ് റീപ്രൊഡക്ഷൻ. ഓക്കെ, മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ. മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ.
മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ. അതിൽ നമുക്ക് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്, വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഉണ്ട്, അതേപോലെ തന്നെ സെക്ഷൽ റീപ്രൊഡക്ഷൻ. അപ്പൊ ഏതൊക്കെയാണുള്ളത്? വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ, പിന്നെ സെക്ഷൽ റീപ്രൊഡക്ഷൻ, പിന്നെ സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഓക്കെ, അതിൽ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ്റെ അകത്ത് നമുക്ക് ആരുടെ കാണാം? ഫ്രാഗ്മെന്റേഷൻ. ഫ്രാഗ്മെന്റേഷൻ. അപ്പൊ ഫ്രാഗ്മെന്റേഷൻ എന്തായാലും ഇപ്പോൾ ഇതൊരു ഹൈഫയാണ്. അപ്പോൾ ഇതിന്റെ പല ഭാഗത്തിനും ഇവിടെയൊക്കെ ബ്രേക്ക് ആയിട്ട് ഇത് പുതിയ ഇൻഡിവിജ്വൽ ആയിട്ട് മാറും. അപ്പോൾ എവിടേക്കാണോ കട്ട് വരുന്നത് അവിടെ നിന്നൊക്കെ എന്ത് വരും? പുതിയ ഇൻഡിവിജ്വൽ ആയിട്ട് അവർ ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവും. ഓരോ സിംഗിൾ പാറ്റേണിനും ന്യൂ ഓർഗാൻസ് അല്ലെങ്കിൽ പുതിയ ഇൻഡിവിജ്വൽ ആയിട്ട് അവർ ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അതാണ് ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്താണെന്ത്? ബഡ്ഡിങ്. അപ്പം ബഡ്ഡിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പാരന്റ് ബോഡി ഉണ്ടാവും. ആ പാരന്റ് ബോഡിന് മുകളിൽ ഒരു എവിടെയെങ്കിലും ഒരു സൈഡിലായിട്ട് ഒരു പുതിയ സ്ട്രക്ചർ വരും. അങ്ങനെ ആ പുതിയ സ്ട്രക്ചർ ഡെവലപ്പായി അവസാനം പാരന്റ് ബോഡിയിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് പുതിയ ഇൻഡിവിജ്വൽ ആയിട്ട് മാറും. അപ്പം പാരന്റ് ബോഡിയിൽ നിന്ന് പുതിയ ഇൻഡിവിജ്വൽ സെപ്പറേറ്റ് ആവുന്നതാണ് ബഡ്ഡിങ് എന്ന് പറയും. അടുത്താണ് ഫിഷൻ. ഫിഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു സെല്ലിന്റെ അകത്ത് രണ്ട് സെല്ലായിട്ട് മാറും. അതാണ് എന്ത്? ഫിഷൻ. അപ്പോൾ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ 3 ടൈപ്പാണ്: ഫ്രാഗ്മെന്റേഷൻ, ബഡ്ഡിങ്, ഫിഷൻ. ഫ്രാഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ ഫ്രാഗ്മെന്റ്സിനും പുതിയ ഇൻഡിവിജ്വൽ ഫോം ചെയ്യുന്നുണ്ടാവും. ബഡ്ഡിങ് പാരന്റ് ബോഡിയിൽ സൈഡിൽ എവിടെയെങ്കിലും ഒക്കെ ഒരു സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യും. അത് ലേറ്റർ ഓൺ പുതിയ ഇൻഡിവിജ്വൽ ആയിട്ട് മാറുന്നുണ്ടാവും. അതാണ് എന്ത്? നമ്മുടെ ബഡ്ഡിങ് എന്ന് പറയുന്നത്. ഈ ഫിഷൻ എന്ന് പറഞ്ഞാൽ ഒരു സെല്ലിനകത്ത് രണ്ട് സെല്ലായിട്ട് ഡെവലപ്പ് ചെയ്യുക. സിംഗിൾ സെല്ല് രണ്ട് സെല്ലായിട്ട് മാറും. അതാണ് എന്ത്? ഫിഷൻ എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് അടുത്ത എസെക്ഷൽ റീപ്രൊഡക്ഷൻ. എസെക്ഷൽ റീപ്രൊഡക്ഷൻ. എസെക്ഷൽ റീപ്രൊഡക്ഷനകത്ത് നമുക്ക് കൊണീഡിയം കാണാം, അതേപോലെ സ്പൊറാൻജിയോസ്പോറും. കൊണീഡിയം. അപ്പൊ കൊണീഡിയ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതൊരു സ്ട്രക്ചർ, ഇതൊരു പ്ലാന്റിന്റെ ഒരു സ്റ്റോക്ക് അല്ലെ. ഈ സ്റ്റോക്കിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കൊണീഡിയോഫോർ. കൊണീഡിയോഫോർ. ഓക്കെ, ഈ സാധനം കണ്ടോ? ഇതാണ് എന്ത്? കൊണീഡിയോസ്പോർ. ഇത് മാറിപ്പോയത്. ഇത് സ്പോറാണ്, ഇത് ഫോറാണ്. ഈ സ്റ്റോക്കിനെ വിളിക്കുന്ന പേരെന്താ? കൊണീഡിയോഫോർ. ഇതിനെ വിളിക്കുന്ന പേരെന്താ? കൊണീഡിയോസ്പോർ. ഈ കൊണീഡിയോസ്പോർ ഉണ്ടല്ലോ, ഈ കൊണീഡിയോസ്പോർ, ആ കൊണീഡിയോസ്പോർ നമുക്ക് ഡെവലപ്പ് ചെയ്യാം. സ്പോർ ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവും. ആ സ്പോറാണ് പിന്നെ ജെർമിനേറ്റ് ചെയ്തിട്ട് പുതിയ ഓർഗാനിസ് ആയിട്ട് വരുന്നുണ്ടാവും. ഓക്കെ, അതാണ് കൊണീഡിയം. ഓക്കെ, ഇനി അടുത്തതാണ് സ്പൊറാൻജിയോസ്പോർ. ഈ സ്പൊറാൻജിയോ ഇപ്പൊ നമ്മൾ നേരത്തെ കൊണീഡിയോ സ്പോർ എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ കൊണീഡിയോന്റെ ഉള്ളിൽ വരുന്ന സ്പോർ അതിനെ കൊണ്ടാണ് നമ്മൾ കൊണീഡിയോ സ്പോർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? ഇവിടെ സ്പൊറാൻജിയോ സ്പോർ. അപ്പൊ സ്പൊറാൻജിയത്തിനുള്ളിൽ നിന്ന് വരുന്ന സ്പോറായിരുന്നു. അതാണ് എന്ത്? സ്പൊറാൻജിയോ സ്പോർ എന്ന് പറയുന്നത്. ഇതിപ്പോ ഒരു പ്രോട്ടീൻ ബോഡിയാണ്. ഇതിനകത്തുള്ള ഇതാണ് എന്ത്? സ്പൊറാൻജിയോ സ്പോർ. ഇതിനകത്തുള്ള സ്പോറിനെ ഇതിനകത്താണ് എന്തുണ്ടാവുക? സ്പോർ ഉണ്ടാവും. ആ സ്പോറാണ് ലേറ്റർ ജെർമിനേഷന് പോകുന്നുണ്ടാവും. ഓക്കെ, ഇനി അടുത്താണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഓക്കെ, സെക്ഷൽ റീപ്രൊഡക്ഷൻ. സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് 3 സ്റ്റേജ് ആയിട്ടാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ഓക്കെ, അതിൽ ഒന്നാമത്തെ സ്റ്റേജ് ആണ് എന്ത്? പ്ലാസ്മോഡിയം. ഓക്കെ, പ്ലാസ്മോഡിയം എന്ന് പറഞ്ഞാൽ ഇതൊരു
ഫാദറിനും മദറിനും വരുന്ന ഓരോരോ ബോഡി. അപ്പോൾ ഇത് ഹാപ്ലോയിഡ്. ഓക്കെ, ഹാപ്ലോയിഡ്. ഇതെന്താവുക, ഇത് ഫ്യൂസ് ചെയ്യും അല്ലെങ്കിൽ ഇത് ഫ്യൂസ് ചെയ്യും. ഓക്കെ, അതായത് സൈറ്റോപ്ലാസം തമ്മിലാണ് ഇവിടെ ഫ്യൂസ് നടക്കുന്നത്. സൈറ്റോപ്ലാസം ഫ്യൂസ് ചെയ്യും. സൈറ്റോപ്ലാസം ഫ്യൂസ് ചെയ്തിട്ട് ഒരു സ്റ്റേജ് വരും. ഓക്കെ, സൈറ്റോപ്ലാസം ഫ്യൂസ് ചെയ്തിട്ട് ഒരു സ്റ്റേജ് വരും. ആ സ്റ്റേജ് പിന്നെ എന്തായി മാറും, അത് പിന്നെ വേറൊരു സ്റ്റേജിലേക്ക് വരും. അതാണ് എന്ത്, കാരിയോഗമി. കാരിയോഗമി എന്ന് പറഞ്ഞാൽ ഈ കാരിയോഗമിയില് രണ്ട് ന്യൂക്ലിയസ്, ഇവിടെ ഒരു ന്യൂക്ലിയസ് കാണാം, ഇവിടെ ഒരു ന്യൂക്ലിയസ് ആണ്. ആ രണ്ട് ന്യൂക്ലിയസും കൂടെ എന്താവും, ഒന്നാവും, ഒറ്റ ന്യൂക്ലിയസ് ആയി മാറും. അതാണ് കാരിയോഗമി. കാരിയോ മീൻസ് ന്യൂക്ലിയസ്, ഗമി മീൻസ് ഫ്യൂസിങ് ചെയ്യുക. അപ്പോൾ ന്യൂക്ലിയസിന്റെ ഫ്യൂസിങ് ആണ് നടക്കുന്നത്. ഇവിടെ സൈറ്റോപ്ലാസം ഫ്യൂസ് ചെയ്യുന്നു, ഇവിടെ ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ എന്നിട്ട് ഇത് മൂന്നാമത്തെ സ്റ്റേജിലേക്ക്, ആ മൂന്നാമത്തെ സ്റ്റേജിലാണ് നമ്മൾ എന്ത് വിളിക്കുക, മിയോസിസ്. ആ മിയോസിസിൽ ഇപ്പോ ഇങ്ങനെയാണ് നമുക്ക് ഈ സ്റ്റേജ് കിട്ടിയത്. അതിൽ നിന്ന് പുതിയ ഓർഗാനിസ് ആയിട്ട് ഹാപ്ലോയിഡ് സ്പോർ വരുന്നുണ്ട്. ഈ കാരിയോഗമി എന്ന് പറഞ്ഞാൽ 2n കണ്ടീഷൻ, എന്നും കൂടി n% എന്താ 2n. ഓക്കെ, അങ്ങനെ 2n കണ്ടീഷന് മിയോസിസ് നടക്കും. മിയോസിസ് എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ ഡിവിഷൻ. റിഡക്ഷൻ ഡിവിഷൻ ആണ് എന്ത്, മിയോസിസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ 2n ഉണ്ടാവും, 2n എന്ന് കുറയും. അങ്ങനെയാണ് ഹാപ്ലോയിഡ് ആയ സ്പോർ ഡെവലപ്പ് ചെയ്യുന്നത്. പക്ഷെ ഈ ചില കണ്ടീഷനിലുണ്ട്, ചില കണ്ടീഷൻസ്, ചില ഫംഗസിന്റെ അകത്ത് ഈ നമ്മുടെ പ്ലാസ്മോഗമി കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് കാരിയോഗമിയിലേക്ക് പോകത്തില്ല. അതായത് പ്ലാസ്മോഗമി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, നമ്മുടെ സൈറ്റോപ്ലാസം യൂസ് ചെയ്യും. ഓക്കെ, ഈ സൈറ്റോപ്ലാസം ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചില ഫംഗസിൽ എന്താവത്തില്ല, പുതിയ, അതായത് ന്യൂക്ലിയസിന്റെ ഫ്യൂഷനിലേക്ക് പോകത്തില്ല. അവിടെ ഒരു ഡൈകാരിയോ എന്ന് പറഞ്ഞ ഒരു ഫേസ്, ഡൈകാരിയോ എന്ന് പറഞ്ഞൊരു ഫേസ് അവിടെ ഡെവലപ്പ് ചെയ്യും. അതായത് ചില ക്ലാസ് ഓഫ് ഫംഗസിൽ പ്ലാസ്മോഗമി ചെയ്യാൻ ഡയറക്റ്റ് ആയിട്ട് എന്തും ആവത്തില്ല, ന്യൂക്ലിയസ് ഫ്യൂസ് ആവത്തില്ല. അത് കുറച്ച് ടൈം എടുക്കും, ഫ്യൂസ് ആവാൻ നിൽക്കും. അപ്പൊ ആ ഫ്യൂസ് ആവാൻ നിൽക്കുന്ന സമയത്ത് അവിടെ എന്ത് ഫോം ചെയ്യും, ഡൈകാരിയോ എന്ന് പറഞ്ഞ ഒരു സ്റ്റേജ്, അല്ലെങ്കിൽ ഡൈകാരിയോ ഫേസ് എന്ന് പറഞ്ഞ ഒരു സ്റ്റേജിൽ കാണും. പിന്നെ ലേറ്റർ ഓൺ ഉണ്ടാവും, അവിടെ കാരിയോഗമി നടക്കുന്നുണ്ടാവും. പിന്നെ കാരിയോഗമി നടന്നതിന് ശേഷം അവിടെ മിയോസിസ് നടക്കും. അങ്ങനെ മിയോസിസ് നടന്നിട്ട് പിന്നെ ഹാപ്ലോയിഡ് സ്പോർ കിട്ടും. ഓക്കെ, നമുക്ക് ടെക്സ്റ്റ് ഒന്ന് നോക്കിയാൽ. ഓക്കെ, കിങ്ഡം ഫംഗി എന്ന് പറഞ്ഞാൽ എന്താ, അവര് കോസ്മോപോളിറ്റൻസ് ആണ്. അതേപോലെ തന്നെ അത് നമുക്ക് കോസ്മോപോളിറ്റൻ എന്ന് പറഞ്ഞാൽ എന്താ, സർവ്വവ്യാപി അല്ലേ. സോ നമുക്ക് എല്ലാ സ്ഥലത്തും അവരെ കാണാൻ കഴിയുന്നത് ഒരു യൂക്കാരിയോട്സ് ആണ്. അതേപോലെ തന്നെ അവർക്ക് സാപ്രോഫൈറ്റ്സ് ആണ്, പാരസൈറ്റ്സ് ആണ്. അവർക്ക് സിംബിയോട്ടിക് അസോസിയേഷൻ വരുന്നുണ്ട്, ലൈക്കൻ ആൻഡ് മൈക്രോറൈസ. അതേപോലെ തന്നെ ഇപ്പം നമ്മൾ പറഞ്ഞു നെറ്റ്വർക്ക് ഓഫ്, നമ്മളൊരു എന്താ പറയുക, നമ്മുടെ ഫംഗിനകത്ത് ബോഡി ഫിലമെന്റ്സ് ആണ്. അതേപോലെ ഒരു എക്സെപ്ഷൻ ആണ് ഈസ്റ്റേൺ. ഈസ്റ്റ് എന്താ യൂണിസെല്ലുലാർ, ബാക്കി എല്ലാവരും എന്താ മൾട്ടി സെല്ലുലാർ കാര്യങ്ങളാണ്, ഫിലമെന്റ്സ് ബോഡിയാണ്. അവരുടെ ബോഡിനകത്ത് ഒരു സ്ലെൻഡർ ത്രെഡ് ലൈക്ക്, അതായത് മെലിഞ്ഞ ഒരു ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. അതിന് വീട്ടിന്റെ പേരാണ് ഹൈഫേൻ. ഈ ഹൈഫേൻ നെറ്റ്വർക്കിനെയാണ് നമ്മൾ മൈസീലിയം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ ഹൈഫൈ എന്തുണ്ട്, മൾട്ടി ന്യൂക്ലിയേറ്റഡ് സൈറ്റോപ്ലാസം. അത് കാണിക്കുന്നത് സീനോസൈറ്റിക് ഹൈഫൈ എന്ന് പറയും, അല്ലെങ്കിൽ എസെപ്റ്റേറ്റ് ഹൈഫൈ. കാരണം എന്താ, അവർക്കിടയിൽ സെറ്റ് ഇല്ലാത്തതിനെ കൊണ്ടാണ് എന്ത് വരുന്നത്, അവര് സീനോസൈറ്റിക് ഹൈഫൈ അല്ലെങ്കിൽ മൾട്ടി ന്യൂക്ലിയേറ്റ് കണ്ടീഷൻ വരുന്നത്. ഓക്കെ, ഇപ്പം സെപ്റ്റ്, അതായത് ഫോസ്ഫോർ ഉള്ളവർ എന്തായിരിക്കും, മൾട്ടി ന്യൂക്ലിയേറ്റ് കണ്ടീഷൻ വരുന്നില്ല. ഇത് എന്താണ്, ഇത് സെപ്റ്റ് ഉള്ളതാണ്. സെപ്റ്റ് ഇല്ലാത്ത എങ്ങനെയാ വരുന്നത്, ഇങ്ങനെ. അപ്പോൾ ഇത് സീനോസൈറ്റിക് ഹൈഫൈ ആണ്, ഇത് മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആയ കണ്ടീഷനാണ്. ഓക്കെ, ഒരു സെൽ വാൾ മീതെ ചെയ്തെടുക്കണ്ട ഹൈറ്റ്, അതേപോലെ പോളിസാക്കറൈഡ്. ഓക്കെ, സോ അതേപോലെ ഇവിടെ യൂണിസെല്ലുലാർ ഫംഗൈ
എക്സാമ്പിൾ ഈസ്റ്റ് വന്നിട്ടുണ്ട്, അത് നമ്മൾ ബ്രെഡ് ബിയർ ഒക്കെ ഉണ്ടാക്കി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ചില പ്ലാന്റ്സിലെ ആനിമൽസിലൊക്കെ എല്ലാം വീട്ടിൻ്റെ അകത്ത് റെസ്പോസിൻ പക്സീനെ വീറ്റ് റെസ്പോസിന് പക്സീന അതൊരു എക്സാമ്പിൾ ആണ്, അത് ഓർത്തിരിക്കണം. അതേപോലെ തന്നെ ആന്റിബയോട്ടിക്സ് പെൻസിലിൻ. ഓക്കെ, ഫംഗി ആർ കോസ്മോപൊളിറ്റൻ. കോസ്മോപൊളിറ്റൻ എന്ന് പറഞ്ഞാൽ എന്താ, സർവ്വവ്യാധി നടത്തും. അവരെവിടൊക്കെ കാണാം, എയറിൽ കാണാം, വാട്ടറിൽ കാണാം, സോയിലിൽ കാണാം, ആനിമൽസിന് മുകളിൽ പ്ലാന്റ്സിന് മുകളിലൊക്കെ അവരെ കാണാം. അതിൽ ജീവിക്കുന്ന ക്ലൈമറ്റ്സ് അല്ലെങ്കിൽ ഹാബിറ്ററ്റ് ഏരിയ വോമാണ്. അതേപോലെ ഹ്യൂമൻ പ്ലേസിലൊക്കെ നമുക്ക് അവരെ കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, അതേപോലെ നമ്മൾ ഫുഡ് സീറ്റ് നമ്മൾ റെഫ്രിജറേറ്ററിലൊക്കെ നമ്മൾ ഫുഡ് വെക്കുന്നുണ്ട് അല്ലേ. സോ ഇനി അതേപോലെ തന്നെ നമുക്ക് റീപ്രൊഡക്ഷൻ വരുന്നത് എങ്ങനെയാണ്, ഫംഗിന്റെ വെജിറ്റേറ്റീവ് വരുന്നുണ്ട്, അത് ഫ്രാഗ്മെന്റേഷൻ, ഫിഷൻ, ബഡ്ഡിംഗ്. ഫ്രാഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ ഫ്രാഗ്മെന്റിലും പുതിയ പുതിയ ഇൻഡിവിജ്വൽ ആവുക. ഫിഷൻ എന്ന് പറഞ്ഞാൽ ഒരു സെല്ലിന് 2 സെല്ലായിട്ട് മാറും. ബഡ്ഡിംഗ് എന്ന് പറഞ്ഞാൽ പാരന്റ് ബോഡിയിൽ നിന്ന് ഒരു സ്ട്രക്ചർ ഡെവലപ്പ് ആവും, അത് ലേറ്റർ ഓൺ ഉണ്ടാവും വലിയ ഓർഗാൻസ് ആയിട്ട് മാറുന്നുണ്ട്. ഈ സെക്ഷൽ റീപ്രൊഡക്ഷൻ കൊണീഡിയ ഉണ്ട്, അതേപോലെ സ്പൊറാൻജിയോസ്പോർ ഉണ്ട്. കൊണീഡിയ എന്ന് പറഞ്ഞാൽ കൊണീഡിയോസ്പോറിലാണ് സ്പോർ ജെർമിനേറ്റ് ചെയ്തിട്ട് സ്പോറിന്റെ വരുന്നത്. അതേപോലെ തന്നെ സ്പൊറാൻജിയോസ്പോർ അതിനുള്ളിൽ സ്പൊറാൻജിയത്തിനുള്ളിലാണ് സ്പോർ ഡെവലപ്പ് ആവുന്നത്. ഓക്കെ, സോ ഇനി അടുത്താണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ യൂസ്പോസ്, ആസ്പോസ്പോർ, ഡിസീഡിയോസ്പോസ്. അത് ഒരു 3 സ്റ്റേജ് പോലെയായിട്ടാണ് നടക്കുന്നത്. ഓക്കെ, അത് ഒന്നാമത്തെ പ്ലാസ്മോഗെനി, കാരിയോഗെനി, മിയോസിസ്. അപ്പം നമ്മുടെ ഈ പ്ലാസ്മോഗെനി എന്ന് പറഞ്ഞാൽ പ്രോട്ടോപ്ലാസത്തിന്റെ ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസം. അപ്പം ഈ പ്രോട്ടോപ്ലാസം സൈക്കിൾ എന്താണ് തരുന്നത്, ഈ പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത് നമ്മുടെ സൈറ്റോപ്ലാസം പ്ലസ് ന്യൂക്ലിയസിനാണ് നമ്മൾ ഉപയോഗിക്കുക, പ്രോട്ടോപ്ലാസം എന്ന് വിളിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം പ്ലാസ്മോഗെനി എന്ന് പറഞ്ഞാൽ പ്രോട്ടോപ്ലാസം ഫ്യൂസ് ചെയ്യും. പ്രോട്ടോപ്ലാസം എന്ന് പറഞ്ഞാൽ എന്താ, സൈറ്റോപ്ലാസം ന്യൂക്ലിയസും കൂടി ചേർന്നാണ് പ്രോട്ടോപ്ലാസം എന്ന് പറഞ്ഞത്. അങ്ങനെ ഈ പ്രോട്ടോപ്ലാസം ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താ, ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്യും. അതാണ് സെക്കൻഡ് സ്റ്റേജിൽ ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്ത് കാരിയോ മീൻസ് ന്യൂക്ലിയസ് ആണ്, കാരിയോ ഓക്കെ, ഗെമി മീൻസ് ഫ്യൂസ് ചെയ്യുക. ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്യുക, അതിനുശേഷം പ്രൊഡക്ഷൻ ഡിവിഷൻ നടത്തുന്നത്, അതാണ് മിയോസിസ്. ഓക്കെ, അങ്ങനെ പ്രൊഡക്ഷൻ ഡിവിഷൻ നടത്തും. പക്ഷേ ഈ ചില ഫംഗസിൽ എന്താകത്തില്ല, ഡയറക്റ്റ് ആയിട്ട് ഈ നമ്മുടെ 2n സെൽ ഉണ്ടാകത്തില്ല. അതായത് N+N ആണ്, ഹാപ്ലോയിഡ് കൊണ്ട് ജോയിൻ ചെയ്തിട്ട് 2n. അപ്പം ഡയറക്റ്റ് എന്ത് നടക്കത്തില്ല, അവിടെ 2n ആയി നടക്കത്തില്ല. അവിടെ ഒരു ഇന്റർവെൻസ്റ്റ്, അതായത് വേറൊരു സ്റ്റേജ് വരുന്നത്. ആ സ്റ്റേജ് നമ്മൾ എന്ത് വിളിക്കുന്നു, ഡൈകാരിയോട്ടിക് സ്റ്റേജ്. അതായത് ഒരു സെല്ലിൻ്റെ അകത്ത് 2 ന്യൂക്ലിയസ് ഒരേ സമയം വരിക, അതിനാണ് ഡൈകാരിയോട്ടിക് സ്റ്റേജ് അല്ലെങ്കിൽ ഡൈകാരിയോ ഫേസ് എന്ന് പറയുന്നത്. അത് പിന്നെന്തോ കുറച്ച് കഴിഞ്ഞിട്ട് പാരന്യൂക്ലിയർ ഫ്യൂസ് ചെയ്യുന്ന സെല്ലൊക്കെ വന്ന് ഡിപ്ലോയിഡ് അതേപോലെ പ്രോട്ടീൻസൈഡ് വന്ന റിഡക്ഷൻ ഡിവിഷൻ നടന്നിട്ട് പുതിയ ഹാപ്ലോയിഡ് സ്പോർ ഉണ്ടാവും. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ കിങ്ഡം ഫംഗിന്റെ ക്ലാസിഫിക്കേഷൻസ് കാറ്റഗറി വരുന്നത്. ഞാൻ 4 ക്ലാസ് വരുന്നുണ്ട്. അതാണ് ഫൈക്കോമൈസൈറ്റ്സ്, ആസ്ട്രോമൈസൈറ്റ്സ്, പിന്നെ ബിസിഡിയോമൈസൈറ്റ്സ്, പിന്നെ ഡിക്റ്റിയോമൈസൈറ്റ്സ്. സോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചാനൽ കാര്യം ഇഷ്ടപ്പെടുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.